ഏഴോം എന്നത് ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിന്റെ പേര് മാത്രമല്ല, ഇന്ത്യയിലെ 12ഓളം സംസ്ഥാനങ്ങളിലായി കൈപ്പാട് കൃഷി ചെയ്യുന്ന ലക്ഷക്കണക്കിന് കർഷകരുടെ സ്വപ്നമായിരുന്ന ഒരു വിത്തിനം കൂടിയാണ്. ഉൽപാദനക്കുറവിന്റെയും നഷ്ടങ്ങളുടെയും കണക്കുകൾ മാത്രം തുടർക്കഥയായതോടെ കണ്ണൂരിലെ പ്രധാന കൈപ്പാട് കൃഷി പ്രദേശമായ പഴയങ്ങാടി ഏഴോത്തെ കർഷകർ കൃഷി അവസാനിപ്പിച്ചു തുടങ്ങി. ഈ സമയത്താണ് പടന്നക്കാട് കാർഷിക കോളേജിലെ സീനിയർ പ്രൊഫസർ ഡോക്ടർ വനജ ബാലകൃഷ്ണൻ ഇവിടെ പുതിയ കൈപ്പാട് നെൽവിത്തുകളുടെ പരീക്ഷണം ആരംഭിച്ചത്. 12 വർഷത്തെ പരീക്ഷണങ്ങൾക്കൊടുവിൽ 7, 1, 2, 3 എന്നിങ്ങനെ 3 ഇനം കൈപ്പാട് വിത്തനങ്ങളാണ് ഇവിടെ നിന്നും വികസിപ്പിച്ചെടുത്തത്. ഉപ്പുവെള്ളത്തിനെ ഒരു പരിധി വരെ അതിജീവിക്കും, മാത്രമല്ല ഇത് ഒടിഞ്ഞു വീഴില്ല. ഇതിലേക്ക് നല്ല അത്യുൽപാദന ശേഷിയിലെ വിത്തുകൾ ഉണ്ടാക്കണമെന്നുള്ള നിലക്കാണ് പരീക്ഷണം തുടങ്ങിയിട്ടുള്ളത്. അത് വിജയകരമാകുകയും ചെയ്തു. കൈപ്പാട് കൃഷി അനുവർത്തിക്കുന്ന ഇന്ത്യയിലെ 12ഓളം സംസ്ഥാനങ്ങളിലും ഈ വിത്തിനങ്ങൾ കർഷകർ കൈനീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ ഏഴോം കൈപ്പാടരിക്ക് ഭൗമസൂചിക ലഭിച്ചതും കർഷകരുടെ പ്രതീക്ഷകൾക്ക് നിറം കൂട്ടി. അതിൽ ഒരിക്കലും രാസവളങ്ങൾ ചേർക്കുന്നില്ല എന്നുള്ളതാണ്. തികച്ചും ജൈവ കൃഷിയാണ് കൈപ്പാട് മേഖലയിൽ. അതുകൊണ്ട് തന്നെ അത് വളരെ ഗുണമേന്മയുള്ള അരിയാണ്. മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ച് കൈപ്പാട് ജൈവനെല്ല് സംസ്കരിച്ച് കയറ്റുമതിക്കൊരുങ്ങുകയാണ് ഇവിടുത്തെ കർഷകർ. മീഡിയ 1 കണ്ണൂർ.